ബന്ധങ്ങളുടെ കെട്ടുറപ്പിനായി തല കുനിക്കേണ്ടി വന്നാൽ മടി വേണ്ട. ഓർക്കുക, സൂര്യന് അസ്തമിക്കുന്നത് ചന്ദ്രന് തിളങ്ങാൻ വേണ്ടിയാണ്. മിണ്ടാൻ ആരുമില്ലാത്തപ്പോൾ തേടി വരുന്നവരല്ല, മറിച്ച് മിണ്ടാൻ ഒരുപാട് പേർ ഉള്ളപ്പോഴും നമുക്ക് വേണ്ടി സമയം കണ്ടെത്തുന്നവരെയാണ് ചേർത്തു പിടിക്കേണ്ടത്. വേണ്ട എന്ന് തോന്നുന്ന കാര്യങ്ങൾ വേണ്ട എന്ന് തന്നെ പറയണം. ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ആര് തന്നെ നിർബന്ധിച്ചാലും പറ്റില്ല എന്ന് തന്നെ പറയണം. ജീവിതം സ്വാഭാവികവും സ്വതസിദ്ധവുമായ മാറ്റങ്ങളുടെ ഒരു പരമ്പരയാണ്. അവയെ ചെറുക്കരുത്. അത് ദുഃഖം മാത്രമേ സൃഷ്ടിക്കൂ. മാറ്റങ്ങൾ യാഥാർത്ഥ്യമാകട്ടെ. തളർന്നു പോകുന്നുണ്ട്, പക്ഷെ തളരില്ല. ഈ ഇരുട്ടിന്റെ പിന്നിൽ ഒരു വെളിച്ചമുണ്ടെന്ന പ്രതീക്ഷയാണ് മുന്നോട്ടുള്ള യാത്രയ്ക്ക് വഴിയേകുന്നത്. നിങ്ങളുടെ വാക്കുകളാണ് ഉച്ചത്തിൽ കേൾക്കേണ്ടത്, ശബ്ദമല്ല. പൂക്കൾ പുഷ്പിക്കുന്നതിന് കാരണം മഴയാണ്, ഇടിമിന്നലല്ല. ജീവിതം ചിലപ്പോൾ അങ്ങനെയാണ്. നാം സ്വപ്നം കണ്ടതും ആഗ്രഹിച്ചതും നമ്മളെ തേടി വരണമെന്നില്ല. എന്നാൽ നമ്മൾ ആഗ്രഹിക്കാത്ത പലതും നമ്മളെ തേടി വരും. ചിലത് നമുക്ക് സന്തോഷം നൽകും, ചിലത് ദുഃഖവും. ഉയർച്ച താഴ്ചകൾ ഉണ്ടാകാം, വിജയങ്ങളും പരാജയങ്ങളും, സങ്കടവും സന്തോഷവും. അതാണ് ഏറ്റവും മികച്ച ജീവിതം. കോപം, പശ്ചാത്താപം, വേവലാതി, പക എന്നിവയിൽ നിങ്ങളുടെ സമയം പാഴാക്കരുത്. ജീവിതം വളരെ ചെറുതാണ്. അസന്തുഷ്ടനായി ജീവിക്കരുത്. ആത്മവിശ്വാസത്തോടെ ഓട്ടം ആരംഭിച്ചാൽ ലക്ഷ്യത്തിലെത്തുന്നതിന് മുന്നേ നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞു. ആത്മവിശ്വാസം ഇല്ലെങ്കിൽ കുറഞ്ഞത് 2 തവണ തോൽക്കേണ്ടി വരും. ചിന്തകളും സങ്കല്പങ്ങളും നമ്മളിൽ നിന്ന് ഒരിക്കലും വേഗത്തിൽ മാഞ്ഞു പോകില്ല. കാരണം ഓരോ ദിവസവും നമ്മുടെ മനസ്സിൽ നമ്മൾ അതിനെ പരിപോഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ജീവിതത്തിൽ ചിലപ്പോൾ തോറ്റുപോയേക്കാം, ഒറ്റപ്പെട്ടേക്കാം, അവഗണിക്കപ്പെട്ടേക്കാം. എങ്കിലും ഒന്നിനും ആരുടെയും കാല് പിടിക്കരുത്. ഔദാര്യം കൈപ്പറ്റിയാൽ അടിമത്വം അനുഭവിക്കേണ്ടി വരും. സമയം നിങ്ങൾ സൃഷ്ടിക്കുന്ന ഒന്നാണ്. എനിക്ക് സമയമില്ല എന്ന് പറയുന്നത് എനിക്ക് വേണ്ട എന്ന് പറയുന്നതിന് തുല്യമാണ്. നിങ്ങൾ വേദനിക്കുമ്പോൾ സന്തോഷവാനായിട്ടാണ് നടിക്കുന്നത്. ഒരു വ്യക്തി എന്ന നിലയിൽ നിങ്ങൾ എത്ര ശക്തനാണ് എന്നതിന്റെ ഒരു ഉദാഹരണം മാത്രമാണ്. ഒരു സ്ത്രീക്ക് ഒരു പുരുഷനിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും മനോഹരമായ കാര്യം സ്നേഹം തന്നെയാണ്. അണഞ്ഞു പോയതിനു ശേഷമേ അറിയൂ, ചെറിയ വെളിച്ചമായിരുന്നെങ്കിലും കൂടെ ഉണ്ടായിരുന്ന വെളിച്ചം വളരെ വലുതായിരുന്നു എന്ന്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നിരാശയും ദുഃഖവും ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഒന്ന് പരതി നോക്കുക. നിങ്ങൾ യഥാർത്ഥത്തിൽ സന്തോഷകരമായ ജീവിതമാണ് നയിക്കുന്നത് എന്ന വസ്തുതകൾ ഹൃദയം മന്ത്രിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കാനാകും. ആദർശങ്ങളിൽ എപ്പോഴും ഉദാരതയും പ്രായോഗികതയും കാത്തു സൂക്ഷിക്കണം. എങ്കിലും നിങ്ങളുടെ പാദങ്ങൾ നിലത്ത് സ്പർശിച്ചിരിക്കുന്നു എന്ന് ഉറപ്പുവരുത്തണം. മറ്റുള്ളവരെ കുറിച്ച് താഴ്ത്തി സംസാരിക്കുന്നതിന് മുൻപ് നമ്മൾ എവിടെ നിന്നാണ് വന്നതെന്നും ഏത് അവസ്ഥയിലാണ് നമ്മൾ ഉണ്ടായിരുന്നതെന്നും ഓർക്കണം. മികച്ച സുഹൃത്തുക്കളെ ലഭിക്കാൻ പ്രയാസമാണ്, ഉപേക്ഷിക്കാൻ പ്രയാസമാണ്, മറക്കാനും പ്രയാസമാണ്. തുടർച്ചയായി പോസിറ്റീവ് ചിന്തകളിലൂടെ മാത്രം കടന്നു പോകുന്ന ഒരു വ്യക്തിക്ക് മറ്റുള്ളവരെക്കാൾ പെട്ടെന്ന് തന്നെ ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും. നമ്മുടെ ജീവിതം വെള്ളത്തെ പോലെയാവണം. സാഹചര്യം മാറുന്നതിനനുസരിച്ച് ജീവിതത്തിൽ മാറ്റം വരുത്താൻ പരിശീലിക്കണം. എങ്കിലും ഒഴുകാനുള്ള വഴി നമ്മൾ തന്നെ കണ്ടെത്തണം. ചില വേദനകൾ തീക്കനലുകൾ പോലെയാണ്. കത്തുകയോ അണയുകയോ ഇല്ല, നീറി പുകഞ്ഞുകൊണ്ടേയിരിക്കും. കാലചക്രത്തിന്റെ കറക്കത്തിൽ ഇന്നത്തെ പരാജയം നാളെ വിജയവും, ഇന്നത്തെ വിജയം നാളെ പരാജയവുമായി മാറാം. എരിഞ്ഞടങ്ങുവാനോ നിരാശയിൽ തലവിനിച്ചിരിക്കുവാനോ ഉള്ളതല്ല ജീവിതം, മറിച്ച് പ്രതീക്ഷയോടെ മുന്നേറുവാനുള്ളതാണ്. നമ്മളൊരു ബന്ധത്തെ വില കുറച്ച് കാണുകയോ അല്ലെങ്കിൽ അമിത പ്രാധാന്യം നൽകുകയോ ചെയ്യുമ്പോഴാണ് ബന്ധങ്ങളിൽ ഏറ്റവും കൂടുതൽ വിള്ളൽ വീഴുന്നത്. ഇഷ്ടമില്ലാത്ത ഒരാളോട് നിങ്ങൾ മാന്യമായി സഹകരിക്കുന്നതിന്റെ അർത്ഥം നിങ്ങൾ ഒരു ബുദ്ധിശൂന്യനാണെന്നല്ല, പകരം നിങ്ങൾക്ക് ആ വ്യക്തിയെ അച്ചടക്കത്തോടെ കൈകാര്യം ചെയ്യുവാനുള്ള പക്വത ഉണ്ടെന്നാണ്. തയ്യാറെടുപ്പിന്റെയും കഠിനാധ്വാനത്തിന്റെയും പരാജയങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുന്നതിന്റെ ഫലമാണ് വിജയം. അതിന് പ്രത്യേക നിഗൂഢ രഹസ്യങ്ങൾ ഒന്നുമില്ല. നമുക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്നത് ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന ശക്തിയെ പുറത്തെടുക്കാനുള്ള മാർഗമാണെന്ന് മനസ്സിലാക്കുക. ചെയ്യുന്നതെല്ലാം നല്ല മനസ്സോടെ ചെയ്യുക.
പകരം ഒന്നും ആഗ്രഹിക്കാതിരിക്കുക. ജീവിതത്തിൽ നിരാശരാകേണ്ടി വരില്ല. ദാമ്പത്യ ജീവിതത്തിൽ ഒരു വ്യക്തി തന്റെ പൂർവ്വ ബന്ധങ്ങളെയോ കഴിഞ്ഞുപോയ പിണക്കങ്ങളെയോ പങ്കാളിയോട് പറയാൻ പാടില്ല. പിടിവാശി കൊണ്ടോ അഹംഭാവം കൊണ്ടോ ജീവിതത്തിൽ ഒന്നും നേടാനാവില്ല. എന്നാൽ വിട്ടുവീഴ്ച കൊണ്ട് പലതും നേടാനാകും. എല്ലാം തികഞ്ഞവരായി ആരുമില്ല. പോരായ്മകൾ മനുഷ്യ സഹജമാണ്. പക്ഷേ ആ പോരായ്മകൾ മറ്റുള്ളവർ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിനെ വിമർശിക്കുകയല്ല ചെയ്യേണ്ടത്. അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ലെങ്കിലും അതിനെ വിലയിരുത്താനെങ്കിലും ശ്രമിക്കുക. ജീവിതത്തിൽ എപ്പോഴും ബന്ധങ്ങൾക്ക് മൂല്യം കൊടുക്കുക. അത് കുടുംബ ബന്ധങ്ങളാകട്ടെ, സുഹൃത്ത് ബന്ധമാകട്ടെ, സ്നേഹബന്ധമാകട്ടെ, മൂല്യം നൽകുന്തോറും അടുപ്പവും സ്നേഹവും ബഹുമാനവും വർദ്ധിക്കും. പുറമേ നിന്ന് നോക്കുമ്പോൾ സന്തോഷവാന്മാരാണെങ്കിലും മിക്ക മനുഷ്യർക്കും അവരുടേതായ പ്രശ്നങ്ങളുണ്ട്. അതിനാൽ നമുക്ക് ചുറ്റുമുള്ളവരെ അടുത്തറിയാൻ ശ്രമിക്കണം. അസൂയ, പ്രതികാരം, വെറുപ്പ്, ഭയം, സ്നേഹം ഇവയുടെയൊക്കെ ഏറ്റവും നല്ല കൃഷിയിടമാണ് ഹൃദയം. അതിനാൽ ഇതിലേത് വിതയ്ക്കണം, എന്ത് കൊയ്യണമെന്ന് നമ്മൾ തന്നെ തീരുമാനിക്കുക. നമ്മൾ ധനികനോ കുലീനനോ കഴിവുള്ളവനോ വിദ്യാസമ്പന്നനോ ആരുമായിക്കോട്ടെ, മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറുന്നു എന്നത് അടിസ്ഥാനമാക്കിയാണ് നമുക്കുള്ളിലെ വ്യക്തി രൂപപ്പെടുന്നത്. ഒരു വാതിലടയുമ്പോൾ മറ്റൊന്ന് തുറക്കുന്നു. പക്ഷെ പലപ്പോഴും നിങ്ങൾ അടഞ്ഞ വാതിലിലേക്ക് നോക്കി സമയം കളയും. നിങ്ങൾക്കായി തുറന്ന വാതിൽ കാണുകയുമില്ല. എല്ലാം ശരിയാവും എന്ന ഒറ്റ വാക്കിന്റെ ബലത്തിലാണ് നമ്മുടെയൊക്കെ ജീവിതം മുന്നോട്ടു പോകുന്നത്. നഷ്ടത്തിൽ ശ്രദ്ധയൂന്നിയാൽ ദുഃഖിച്ചിരിക്കാം. എന്നാൽ പാഠത്തിൽ ശ്രദ്ധയൂന്നിയാൽ നിങ്ങൾക്ക് വളരാം. ആദ്യം ക്ഷമ ചോദിക്കുന്നവനാണ് ഏറ്റവും ധീരൻ. ആദ്യം ക്ഷമിക്കുന്നവനാണ് ഏറ്റവും ശക്തൻ. ആദ്യം മറക്കുന്നവനാണ് ഏറ്റവും സന്തുഷ്ടൻ. ആർക്കും തിരികെ പോയി പുതിയൊരു തുടക്കം കുറിക്കാൻ കഴിയില്ലെങ്കിലും ഇപ്പോൾ മുതൽ പ്രയത്നിച്ച് നല്ലൊരു അവസരം രൂപപ്പെടുത്താൻ കഴിയും. നമ്മൾ മാറാൻ ശ്രമിച്ചാൽ നേടാൻ ഒരുപാടുണ്ട്. ആഗ്രഹിച്ചതിലേക്ക് മാത്രം ശ്രദ്ധ ചെലുത്തുക. നമുക്ക് മാറാനും നേടാനും കഴിയുമെന്നത് തീർച്ചയായ ഒരു കാര്യമാണ്. അറിവും ത്യാഗവും കഠിനാധ്വാനവും നിരന്തര പ്രയത്നവും ചെയ്യുന്ന പ്രവൃത്തിയോടുള്ള ആത്മാർത്ഥതയുമാണ് വിജയം. അമിതമായ മേക്കപ്പ് ധരിക്കാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകൾ നിഷ്കളങ്കരായിരിക്കും. കാരണം അവർക്ക് സ്വന്തം വ്യക്തിത്വത്തിൽ ആത്മവിശ്വാസം കുറവായിരിക്കും. നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന സന്തോഷവും സങ്കടവും നഷ്ടവും നേട്ടവും ഒന്നും സ്ഥിരമാവണമെന്നില്ല. എല്ലാം മാറി മാറി വരുന്നു. നമ്മുടെ ജീവിതത്തിൽ നല്ലതോ ചീത്തയോ എന്നത് നേരത്തെ തീരുമാനിക്കപ്പെട്ടതല്ല. നമ്മുടെ മുന്നിലുള്ള ജീവിതം നല്ലതോ ചീത്തയോ ആക്കേണ്ടത് നമ്മൾ തന്നെയാണ്. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.